പ്രമേഹ ചികിത്സയിലെ കുറുക്കുവഴികൾ എന്നാണ് വിഷയം. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ധാരാളം പരസ്യങ്ങൾ കാണാം. ഇപ്പൊ അതിൽ ഒട്ടുമിക്കതും പ്രമേഹത്തെ കുറിച്ചുള്ളതാണ്. പ്രമേഹം ഇവിടെ കാഞ്ഞങ്ങാട് ഒരു വൈദ്യനുണ്ട്. അദ്ദേഹത്തിന്റെ കഷായം കുടിച്ചു കഴിഞ്ഞാൽ 25 വർഷവും 30 വർഷം പഴക്കമുള്ള പ്രമേഹവും മാറും. ധാരാളം പേര് പ്രമേഹം മാറി ആളുകളുണ്ട്. അങ്ങനെയുള്ള കുറെ ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങളും ഉണ്ടാവും. നെയ്യാറ്റിൻകര ഒരു ആദിവാസി സ്ത്രീയുണ്ട്. അവരുടെ ഒരു മരുന്ന് അത് അവര് ചുമ്മാ കയ്യിലിട്ട് തിരുമിയിട്ട് വായിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവരുടെ പ്രമേഹം മാറും. അതുപോലെ വേറെ കോട്ടയത്ത് ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്. അദ്ദേഹത്തെ കാണണമെങ്കിൽ 6 മാസം മുമ്പ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. അദ്ദേഹത്തിന് എടുത്തുണ്ടെങ്കിൽ ഏത് പ്രമേഹവും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ അനവധി പരസ്യങ്ങൾ. ഇത് കൂടാതെ പിന്നെ പേരുടെ കൊമ്പ് കഴിച്ചാല്, ചിറ്റമൃത് കഴിച്ചാല്, മുക്കുറ്റി കഴിച്ചാല്, കരിഞ്ചീരകം കഴിച്ചാല് പിന്നെ നിങ്ങൾക്ക് ജീവിതകാലം പ്രമേഹം വരില്ല. ഇങ്ങനെയുള്ള പരസ്യങ്ങൾ ധാരാളം സോഷ്യൽ മീഡിയ അനവധി ഇത് സോഷ്യൽ മീഡിയയിൽ കാണാം. അതുപോലെ മോഡേൺ മെഡിസിനും മോശമല്ല. വലിയ വലിയ ആശുപത്രികൾ പോലും 8ഉം 10ഉം നിലയുള്ള നല്ല ഡോക്ടർമാരൊക്കെ ഉള്ള ആശുപത്രികൾ പോലും ഇപ്പോൾ പ്രമേഹ രോഗികളെ പിടിക്കാൻ വേണ്ടി ധാരാളം പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവര് ധാരാളം തരത്തിലുള്ള പ്രചരണങ്ങൾ ബ്ലോഗർമാർ വെച്ചിട്ട് കുറെ നടത്തണം വലിയ ഹോസ്പിറ്റലുകൾ. കാരണം ഇത് വലിയൊരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഒരു 80 ലക്ഷത്തോളം പ്രമേഹ രോഗികളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഒരു 5-1 മലയാളി പ്രമേഹ രോഗിയാണ്. നമ്മുടെ ഈ ചികിത്സാ ചെലവിന്റെ ഒരു 90% പ്രമേഹവും പ്രമേഹാനുബന്ധ രോഗങ്ങൾക്ക് വേണ്ടി ഇപ്പൊ മാറ്റിവെക്കണത്. വന്നാൽ പിന്നെ മരിക്കുന്നവരും മാറില്ലല്ലോ. അപ്പൊ ഒരു സ്ഥിരം വരുമാനമായിട്ട് മാറും ഒരു പ്രമേഹ രോഗി കിട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ പിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഈ ചികിത്സകന്മാരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് വലിയൊരു വിഷയമായിട്ട് ഈ പ്രമേഹം മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വസ്തുതകൾ എന്താണ്, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിനെ കുറിച്ചൊരു അന്വേഷണമാണ് ഇവിടെ നടത്തണം. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രമേഹം ഒരു ലൈഫ് സ്റ്റഡീസ് ആണ്, ജീവശല്യ രോഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ബാക്ടീരിയോ വൈറസോ അങ്ങനെ രോഗാണുക്കൾ വരുന്ന രോഗമല്ല എന്ന് പറയാം. അതുകൊണ്ട് വാക്സിനേഷൻ കൊണ്ടോ ആന്റിബയോട്ടിക്സ് കൊണ്ടോ ഗുളിക കഴിച്ചോ ഓയിൻമെന്റ് പെട്ട് പ്രമേഹം മാറ്റാൻ പറ്റില്ല എന്നും 90% പേർക്കും അറിയാം. 10% വരെ മാറും വിചാരിച്ചിങ്ങനെ നടക്കണം, മരുന്ന് കഴിച്ച് മാറ്റാൻ വിചാരിച്ച് നടക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് പ്രമേഹം ഉണ്ടാവണത്? പ്രമേഹം ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവും, അതായത് തെറ്റായ ലൈഫ് സ്റ്റൈലാണ് ഈ രോഗത്തിന്റെ കാരണം. പ്രധാന കാരണങ്ങൾ ഈ രണ്ടാണ്. വേറെയും കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മളുടെ ആഹാരത്തിലെ ന്യൂട്രിയൻസിന്റെ ഡിഫിഷ്യൻസിന്റെ കാരണമായിട്ട് തീരുന്നുണ്ട്. നമ്മളുടെ പാരമ്പര്യം ജനറ്റിക് ആയിട്ട് ഇതിന്റെ ഇത് വരുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ടെൻഷനൊക്കെ സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ ഈ പ്രമേഹത്തിന് സാധ്യത കൂടും. ഇങ്ങനെ പല കാരണങ്ങളും പ്രമേഹത്തിനുണ്ട്. അപ്പൊ ഇതൊരു ലൈഫ് സ്റ്റഡീസ് ആണ്. ലൈഫ് സ്റ്റഡീസുകൾക്കൊന്നും നമുക്ക് മരുന്നില്ല. മരുന്ന് കൊണ്ട് ലൈഫ് സ്റ്റഡീസിനൊന്നും പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല. പ്രമേഹത്തെ തന്നെ നമ്മൾ മരുന്ന് കഴിക്കും. ഈ പറഞ്ഞ മരുന്നുകളൊന്നും മോശമെന്നല്ല പറഞ്ഞത്. ഇപ്പൊ ഈ കഷായം കുടിച്ചു കഴിഞ്ഞാലും ചിറ്റമത്ത് കഴിച്ചു കഴിഞ്ഞാലും പേരുടെ കൊമ്പ് കഴിച്ചു കഴിഞ്ഞാലും മുക്കൂറ്റി കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും ഹോമിയോ കഴിച്ചു കഴിഞ്ഞാലും പ്രമേഹം കുറയുന്നുണ്ട്. അതാണ് നമ്മൾ വീണ്ടും വീണ്ടും പോണത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രമേഹം എന്ന രോഗമല്ല കുറയണത്. പ്രമേഹം എന്ന രോഗത്തിന്റെ ലക്ഷണമാണ് കുറയണത്. ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത് പ്രമേഹമല്ല, പ്രമേഹത്തിനുള്ള ലക്ഷണമാണ്. ഡയബറ്റിസ് മെലിറ്റസ് രോഗത്തിന്റെ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത്. ഇത് കുറയെ ചെയ്യണത്. അപ്പൊ നമ്മൾ നമ്മുടെ ഷുഗർ 240 ആവും, നമ്മൾ 2 ദിവസം കഷായം കുടിച്ചത് നമ്മുടെ ഷുഗർ 180 ആയി. നമ്മൾ ഹാപ്പി ആവുക ചെയ്യണത്. നമ്മൾ 10 പേര് വിളിച്ചു പറയും, അവരും ആ വൈദ്യനെ തേടി പോവുക ചെയ്യണത്. പക്ഷെ ഈ നമ്മൾ 2 മാസം മരുന്ന് കഴിച്ചു അതിന് ശേഷമുള്ള അവസ്ഥയെ കുറിച്ച് ആരും നോക്കണില്ല. ഇപ്പൊ നമ്മുടെ കാലൊരു മുള്ളു കൊണ്ടുവന്ന് വിചാരിക്കുക. മുള്ളു കൊണ്ടാലും മുള്ളു പഴുത്ത് ഇങ്ങനെ വേദനയൊക്കെ ആയിട്ടിരിക്കും. അതിങ്ങനെ തടിച്ച് ഇതായിട്ട് വരും. നമ്മളത് മുള്ളൊക്കെ ഒരു വേറൊരു മുള്ളു കൊണ്ടൊക്കെ എടുത്ത് കളഞ്ഞ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വേദന അങ്ങ് മാറും. അതുപോലെ തന്നെ പിന്നെ മുള്ളുണ്ടാൽ ഈ അവസ്ഥ വരും. ഇതാണ് പ്രമേഹത്തിന്റെ കാര്യം. പ്രമേഹത്തിന് നിങ്ങൾ പോയി മരുന്ന് കഴിക്കുന്നു, താൽക്കാലികമായിട്ട് ബ്ലഡിലെ ഷുഗർ കുറയും. പിന്നെ നിങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് വന്ന് ശരിയായ ആ പഴയ പോലെ ആഹാരക്രമവും ജീവിതചര്യയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇത് വരും. എന്നിട്ട് വീണ്ടും മരുന്ന് കഴിക്കണം. അപ്പൊ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇതാണ് സംഭവിക്കുന്നത്. പ്രമേഹത്തെ ശാശ്വതമായിട്ട് മാറ്റാൻ മരുന്നുകൾക്കൊന്നും സാധ്യമല്ല എന്ന സത്യം. പ്രമേഹത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മരുന്നായിരിക്കും അടുത്ത വർഷത്തെ നോബൽ പ്രൈസ് കിട്ടുക, മെഡിസിൻ രംഗത്തുള്ള നോബൽ പ്രൈസ് കിട്ടുക. അപ്പൊ അങ്ങനെ എല്ലാ വൈദ്യന്മാരോ ഡോക്ടർമാരോ ഹോമിയോക്കാരോ ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്നിട്ട് സമർപ്പിച്ചാൽ മാത്രം മതി, അവർക്ക് നോബൽ പ്രൈസ് മേടിക്കാം. അപ്പൊ അതുകൊണ്ട് ആദ്യം ഈ മരുന്നുകൊണ്ട് മാത്രം മാറ്റാനുള്ള കാര്യം മാറ്റിവെക്കുക. അതുപോലെ തന്നെ വാഗ്ഭടനും ചരകനും സുശ്രുതനും എല്ലാം ഇതിനൊരു കൃച്ഛശാസ്ത്രം അല്ലെങ്കിൽ അസാധ്യം എന്ന ഗണത്തിലാപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ 3000 വർഷവും 5000 വർഷവും മുമ്പ് എഴുതി വെച്ചിട്ടുള്ള ആയുർവേദ പുസ്തകങ്ങൾ ഇതിൽ പറയേണ്ട ഇത് മാറ്റാൻ വളരെ വിഷമമുള്ള രോഗമാണ്.
വളരെ അപൂർവമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. മിക്കവാറും അസാധ്യമാണ് പ്രമേഹങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളിപ്പോൾ കഷായം കുടിച്ചു നടക്കണത്. വാഗ്ഭടനേക്കാളും ചരകനേക്കാളും സുശ്രുതനേക്കാളും വലിയ ഡോക്ടർമാരെന്ന് പറഞ്ഞിട്ട് ഇല്ലെന്ന്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹം മരുന്ന് കഴിച്ചു മാറ്റാവുന്ന രോഗമല്ല എന്ന് ഉറപ്പിക്കുക. കാരണം ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞതാണ്. എന്താണ്? ആഹാരത്തിന്റെയും നമ്മളുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ ആധിക്യവും മറ്റ് പോഷകങ്ങളുടെ കുറവും വ്യായാമത്തിന്റെ കുറവും ഒക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. അപ്പൊ ഈ കാരണങ്ങളെ ഇല്ലാതെയാക്കിയാലേ കാര്യമായ രോഗത്തെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. ഈ നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴും ഈ കാരണം ഇതുപോലെ തുടരുകയാണ്. കാരണം തുടരുന്ന കോളത്തോളം നമ്മളൊരു പ്രമേഹ രോഗിയെ തന്നെ തുടരുക തന്നെ ചെയ്യും. തൽക്കാലം മരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ പ്രമേഹം കുറഞ്ഞിരിക്കും, ബ്ലഡ് ഷുഗർ കുറഞ്ഞിരിക്കാം. പിന്നെ കുറച്ച് കഴിയുമ്പോഴും അത് വീണ്ടും പഴയ പോലെ വരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ പ്രമേഹം ഉണ്ടാവാനുള്ള കാരണത്തെ ഇല്ലാതെയാക്കണം. അപ്പോൾ കാര്യം ഇല്ലാതെയാവും. ഇത് മാത്രമേ വഴിയുള്ളൂ. പിന്നെ വേറെ ചില ദോഷങ്ങളും ഉണ്ട് ഈ ചികിത്സ കൊണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ തരത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ചിറ്റമൃത് കഴിച്ചാൽ പ്രമേഹം കുറയും, ഡൗൺ ആവും. പേരുടെ മുമ്പ് കഴിച്ചാൽ പ്രമേഹം കുറയും. അപ്പൊ അങ്ങനെ കുറയുമ്പോ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ കഴിച്ച ആഹാരത്തിൽ നിന്ന് നമ്മളെ അകത്തേക്ക് ചെല്ലുന്ന ഷുഗറിനെ ബ്ലഡിലേക്ക് വരാതെ മൂത്രത്തിക്കിടവും മലത്തിക്കിടവും പുറത്തു കളയുക ചെയ്യണത്. അല്ലെങ്കിൽ അതിനെ ഫാറ്റാക്കി മാറ്റി സ്റ്റോർ ചെയ്യുക ചെയ്യണത്. ഈ വഴിയാണുള്ളൂ. നിങ്ങളുടെ ഈ തൊണ്ടയിലൂടെ ഇറങ്ങുന്ന ഒരു ചോറിലുള്ള ഷുഗറിനെ ഇല്ലാതെയാക്കാൻ ഒരു മരുന്നിന് സാധ്യമല്ല. നമ്മൾ ഊർജ്ജത്തെ സൃഷ്ടിക്കാനും നശിപ്പിക്കാനും പറ്റില്ലെന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് നമ്മൾ മൂത്രത്തിൽ പുറത്തു കളയാം. അപ്പൊ ഇങ്ങനെ നമ്മൾ കിഡ്നി ഫെയിലായി മാറും. ഇപ്പൊ കിഡ്നി രോഗികളിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രമേഹ രോഗികളാണ്. അപ്പൊ അതുകൊണ്ട് ഡയാലിസിസ് യൂണിറ്റ് എന്നാൽ 10 പേരിൽ 9 പേരും പ്രമേഹ രോഗികളാണ്. അവരുടെ കിഡ്നി വേണം മിക്കവാറും ഈ കേസ് കൊണ്ടാണ്. അതുപോലെ ലിവർ, ഫാറ്റി ലിവർ, 50% പ്രമേഹമുള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അതിന്റെ കാരണം ലിവറിനെ കൊണ്ട് ഈ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള ഷുഗറിനെ നമ്മളുടെ ബ്ലഡിലേക്ക് കലരാതെ അതിനെ ദഹിപ്പിച്ച് ചേർക്കാതെ പുറത്ത് കളയുക ചെയ്യണത്. അപ്പൊ ബ്ലഡിൽ ഷുഗർ കൂടില്ല. അപ്പൊ നമ്മൾ ഹാപ്പിയായി, നമ്മൾ വിചാരിച്ചു നമ്മുടെ രോഗം കുറഞ്ഞു, അത്ര നല്ല വൈദ്യനത്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അയാളെ സമീപിക്കുക ചെയ്യണത്. അങ്ങനെ ആയി നമ്മുടെ ലിവർ പോവും, അല്ലെങ്കിൽ കിഡ്നി പോവും, അല്ലെങ്കിൽ സ്കിന്നിന്റെ പ്രശ്നം വരാം, ഹാർട്ടിന് പ്രശ്നം വരാം. ഇങ്ങനെ മറ്റ് രോഗങ്ങൾക്ക് ഒരു ചെറിയ രോഗത്തിന് മരുന്ന് കഴിച്ചാൽ പിന്നെ മറ്റു പല രോഗങ്ങളെയും കൂടാരമായി ശരീരം മാറാൻ പാടില്ല. ഞാൻ മുള്ളു കൊണ്ട് പറഞ്ഞാണ്, കാലിലെ മുള്ളു കൊണ്ടാണ് സത്യം. അതുകൊണ്ട് ഇത്തരം കുറുക്കുവഴികളല്ല തേടണം എന്ന് എനിക്ക് പറയാനുള്ളത്. കുറുക്കുവഴികൾ പലപ്പോഴും കുണ്ടിലോ കുഴിയിലോ ചെന്നായിരിക്കും സമാപിക്കണം. അതുകൊണ്ട് നമ്മൾ നേരായ മാർഗത്തിലൂടെ പോകണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട പണി ഇത്ര മാത്രമേ ഉള്ളൂ. പ്രമേഹം എന്ന് വിചാരിക്കുന്നത് മാറാൻ വ്യാധിയൊന്നുമല്ല. മരുന്നുകൊണ്ട് മാറില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. പ്രമേഹം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒരു പരിധിവരെ പലരുടെയും പ്രമേഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രമേഹാനുബന്ധ രോഗങ്ങൾ, നേരത്തെ പറഞ്ഞ കാലിന്റെ, കണ്ണിന്റെ, ലിവറിന്റെ, ഹാർട്ടിന്റെ, കിഡ്നിയുടെ, ലൈംഗികശേഷിക്കുറവ്, ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ്, അൾഷിമേഴ്സ് തുടങ്ങി പ്രമേഹത്തെ തുടർന്ന് വരുന്ന അനുബന്ധ രോഗങ്ങളെ കുറച്ചു വിടാൻ സാധിക്കും. പലതിനെ ഇല്ലാതാക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രമേഹ രോഗിയാവാൻ്റെ കാരണത്തെ ഇല്ലാതാക്കുക. അതായത് ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക, മറ്റ് പോഷകങ്ങൾ കുറച്ച് കൂട്ടുക, പ്രോട്ടീനോ ഫാറ്റോ അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഉള്ള പച്ചക്കറികൾ അതുപോലുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക. അപ്പൊ പാൻക്രിയാസിന്റെ വർക്കിംഗ് ലോഡ് കുറയും. അപ്പൊ അതിനകത്ത് ബീറ്റാ സെല്ലുകളുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിരിക്കുന്നത് സ്വയം ഒരു ഓട്ടോ റിപ്പയറാണ്. നമ്മുടെ പല ഗ്രന്ഥികളും പല അവയവങ്ങളും പതുക്കെ അത് ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. ഇൻസുലിന്റെ ക്വാണ്ടിറ്റി പതുക്കെ കൂടാൻ തുടങ്ങും. നമ്മൾ ബ്ലഡിൽ ഷുഗർ കുറഞ്ഞു വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടാനില്ല, അത് കുറയലാണ്. മറ്റൊന്ന് നമ്മളുടെ ആഹാരത്തിൽ ഒരു കംപ്ലീറ്റ് ഫുഡിലേക്ക് വരിക എന്നുള്ളതാണ്. ചോറിനോട്ട് ചപ്പാത്തി ചുറ്റും മാത്രമല്ല ഷുഗർ ഉണ്ടാവുന്നത്. ഷുഗറാണ് ഒരു കാരണം. നമുക്ക് ശരീരത്തിന്റെ മറ്റ് നമ്മളുടെ ഗ്രന്ഥികളുടെ പാൻക്രിയാസിന്റെ ആയാലും തൈറോയിഡിന്റെ ആയാലും പിറ്റ്യൂട്ടറിന്റെ ആയാലും ഒക്കെ പ്രവർത്തനം ആവശ്യമായ വേണ്ടത്ര പോഷകാംശം കിട്ടാത്ത ന്യൂട്രീഷൻ ഡിഫിഷ്യൻസിയും കാരണമാവുന്നുണ്ട്. പോഷക ദാരിദ്ര്യം അത് കിട്ടിയാൽ മാത്രമേ ഗ്രന്ഥികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അതിന് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ പോഷകാംശമുള്ള ഒരു സമീകൃതമായ ആഹാര വ്യവസ്ഥയിലേക്ക്, ഒരു കംപ്ലീറ്റ് ഫുഡിലേക്ക്, ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരണം എന്നുള്ളതാണ്. മൂന്നാമത് നമുക്ക് കുറച്ച് വ്യായാമം ചെയ്യാൻ പ്രമേഹത്തെ മാറ്റാൻ പറ്റില്ല. കാരണം ഈ കഴിച്ച ആഹാരത്തിൽ നിന്ന് നമ്മൾ ബ്ലഡിലേക്ക് വരുന്ന ഷുഗർ നമ്മുടെ എല്ലാ സെല്ലുകളിലും എത്തിച്ചേരണം. അതുപോലെ പാൻക്രിയാസിൽ ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എല്ലാ സെല്ലുകളിലും എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ സെല്ലിന്റെ അകത്തുള്ള മെറ്റോബോളിക് കയറി ഊർജ്ജ ഉത്പാദനം നടന്ന് ബ്ലഡിൽ ഷുഗർ കുറയുള്ളൂ. ഇതിന് വ്യായാമത്തിന്റെ ആവശ്യമാണ്. മറ്റൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വ്യായാമം ചെയ്ത് നമ്മളുടെ മസിലെ കുറച്ച് സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ ഈ ഷുഗറിന്റെ ഒരു ഉള്ളിലേക്കുള്ള ഷുഗറിന്റെ ഒരു 80% സ്റ്റോർ ചെയ്യണത്, ഒരു 75% സ്റ്റോർ ചെയ്യണത് മസിലുകൾക്കുള്ളിലാണ്. അപ്പൊ മസിൽ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അതിനകത്ത് ഇടം ഉണ്ടാവുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മസിലുകൾ വികസിച്ചു വരുന്നത്. മറ്റൊന്ന്, നമ്മൾ കുറച്ച് വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ കഴിച്ച നമുക്ക് 3000 കലോറിയാണ് ആവശ്യമുള്ളൂ. അത് 3100 കലോറി കഴിച്ചു, 500 എക്സസ് വരും. ഇതെന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഈ സാധനത്തെ നമുക്ക് അന്നന്ന് ബേൺ ചെയ്ത് കളയാൻ പറ്റും. നമ്മൾ ഒരു വ്യായാമം ചെയ്തു, എക്സസൈസ് കഴിഞ്ഞാൽ ഇതൊക്കെ അകത്തി പോകും. അപ്പൊ ആ തരത്തില് ഈ ശരീരത്തിന് വ്യായാമമുള്ള തരത്തിലുള്ള പ്രവൃത്തികൾ ഏർപ്പെടണം.
മറ്റൊന്ന് കുറച്ച് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യം ടെൻഷൻ കുറയ്ക്കണം. ടെൻഷൻ കൂടി കഴിഞ്ഞാലും ഈ ഷുഗർ എൻഡോക്രൈൻ സിസ്റ്റത്തിന് ഒരു അബ്നോർമലിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഗുളിക വായിലേക്ക് ഇട്ടിട്ടോ അല്പം ഇൻസുലിൻ എടുത്തിട്ട് മാറ്റാവുന്ന രോഗമല്ല അത്. ഇങ്ങനെയൊക്കെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോകുന്നവർക്കും കൃത്യമായി ട്രീറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ട്. കുറുക്കുഴി ഇടാൻ പോയാൽ ഇതിനേക്കാളും വലിയ വിഷയം കിട്ടുന്ന ലിവറോ ഹാർട്ടൊക്കെ പോയിട്ട് നാളെ നമ്മൾ വലിയ വിഷയത്തിലേക്ക് പെടാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ശരിയായ പ്രകൃതിയുടെ മാർഗം ഇതാണ്. ഈ രോഗം വരാനുണ്ടായ കാരണങ്ങൾ ഇല്ലാതാക്കുക. രോഗത്തിന്റെ വന്ന ആ വഴിയിൽ മുമ്പോട്ട് ഒരു റിവേഴ്സ് എന്ന് പറയും നമ്മൾ. ഷുഗർ ക്യൂറബിൾ അല്ല, മരുന്നുകൊണ്ട് മാറ്റാവുന്നതല്ല. മാറില്ല എന്നല്ല പറഞ്ഞാൽ മരുന്നുകൊണ്ട് മാറ്റാവുന്നതല്ല, ഇത് റിവേഴ്സിബിൾ ആണ്. അതിന് നമ്മൾ ഷുഗർ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകണം. അതിന് നമ്മൾ ആഹാരത്തിലും വ്യായാമത്തിലും മാറ്റങ്ങൾ വരുത്തണം. ഇതാണ് ഞങ്ങൾ മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ പഠിക്കുന്നത്. ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഷുഗറിനെ കുറയ്ക്കാനോ ഷുഗറിനെ രക്ഷപ്പെടാനോ. വേറെ കുറുക്കു വഴികളില്ല എന്ന് മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ പ്രകൃതിയുടെ മാർഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്.